ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്ത രംഗത്തെത്തിയിരിക്കുന്നു. കൻവാർ യാത്ര തുടങ്ങുന്ന ജൂലൈ 11 മുതൽ 31 വരെ ആ യാത്ര കടന്നു പോകുന്ന വഴിയോരങ്ങളിൽ മാംസ കച്ചവടങ്ങൾ നിരോധിച്ചിരിക്കുന്നു. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ കൻവാർ യാത്ര രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ഇത്തരം കടകളിൽ നിന്ന് മലിനജലം ഈ തീർത്ഥാടകർക്ക് നേരെ തെറിപ്പിക്കുന്നതും ഒപ്പം തന്നെ മലിനജലം ഒഴിക്കുന്നതുമൊക്കെ വലിയ കലാപങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഈ അരവിന്ദ് കെജ്രിവാൾ ഭരിക്കുന്ന സമയത്തൊക്കെ അവിടെ ഈ വിശ്രമിക്കുകയായിരുന്ന തീർത്ഥാടകരുടെ ആ ജലം കൊണ്ടുപോകാനുള്ള കുടത്തിലും മറ്റുമൊക്കെ ചെറിയ മാംസക്കഷ്ണം കൊണ്ടിടുന്ന ഇതൊക്കെ വലിയ കലാപമായി മാറിയിരുന്നു. ദില്ലിയിലൊക്കെ ആ കലാപം വലിയ രീതിയിൽ നടന്നിരുന്നു. പക്ഷേ ഇത്തവണ അതിനൊരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രേഖ ഗുപ്ത രംഗത്തെത്തിയിരിക്കുന്നത്. യുപിക്ക് പിന്നാലെ ഉത്തരാഖണ്ഡിലും ഇതേ രീതിയിൽ തന്നെ ഈ യാത്ര കടന്നു പോകുന്ന വഴിയോരങ്ങളുള്ള മാംസ കടകളെല്ലാം തന്നെ അടച്ചിടണം എന്നുള്ള നിർദ്ദേശം നേരത്തെ മുതലുണ്ട്. ഒരു പടി കൂടി കടന്ന് ഉത്തർപ്രദേശിൽ ഈ യാത്ര കടന്നു പോകുന്ന ഇടങ്ങളിലുള്ള കടകളുടെ ഉടമകൾ അവരുടെ പേരും ഫോൺ നമ്പരും അതിനു മുൻപിൽ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. ആദ്യം ചില എതിർപ്പുകൾ ഉയർത്തിയിരുന്നെങ്കിലും ഇപ്പോഴെല്ലാവരും അത് അനുസരിക്കുന്നുണ്ട്. കാരണം പുറത്തുനിന്നും മറ്റുമൊക്കെ ആളുകൾ അവിടെ എത്തി പല പേരുകളിൽ കച്ചവടം ചെയ്യുകയും ഇവർ അവിടെ വലിയ കലാപം അഴിച്ചുവിടാനുള്ള ശ്രമം നടത്തുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് UP ആ നടപടികളിലേക്ക് കടന്നത്. ഇനി ദില്ലിയിലും ആ നടപടികൾ വരുമോ എന്നറിയില്ല. ഏതായാലും ദില്ലിയിൽ ഭരണം മാറിയതിന് തൊട്ടു പിന്നാലെ തന്നെ ആദ്യം കാൻവാർ യാത്രയ്ക്ക് വേണ്ട ആ ഒരു സുരക്ഷ ഒരുക്കുന്നതിലാണ് രേഖ ഗുപ്ത ആദ്യത്തെ നടപടി ആരംഭിച്ചതും. ന്യൂസ് ഡെസ്ക്.